ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി, നല്ല ക്രഞ്ചി, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കാരണം നമ്മൾ കേക്ക്സ് ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ സോസ് തന്നെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സിറപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ രീതിയിലുള്ള പ്രോസസ്ഡ് നട്ട്സാണ് നമ്മളോട് കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3-4 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 3 മുട്ട പൊടിച്ചൊഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാത്തവർക്ക് സാധാരണ മിക്സറിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 10 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബീറ്റായി പോയാൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു ഓയിൽ നന്നായിട്ട് ഈ ബാറ്ററായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ആയതിനു ശേഷം വീണ്ടും അതിൻ്റെ ബാക്കിയുള്ള ഹാഫ് പോർഷനും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് കേക്കിൻ്റെ പാത്രമാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 പോർഷൻ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലൂടെ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ബബിൾസ് ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓവൻ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ പാത്രത്തിലോട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ അത് തുറന്നതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ട്രേ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 30 to 35 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഷുഗർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്നൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുക. എല്ലാ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ മതി. നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് നല്ല തിളച്ച പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായിട്ട്, കാരണം വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് വഴി എല്ലാം നന്നായിട്ട് തിളച്ച് പൊങ്ങി വരും. അപ്പോൾ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ടകൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സർ നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലോട്ട് ഇടാനായിട്ട് കുറച്ച് കാരമലൈസ്ഡ് നട്ട്സിൻ്റെ കുറച്ച് ക്രഷ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ആൽമണ്ട്സും കാഷ്നട്ട്സും എടുത്തിട്ടുണ്ട്. അതൊരു 1 or 2 മിനിറ്റ്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കറക്റ്റായിട്ട് ആയോന്നൊന്ന് നോക്കാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്ക് എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ നട്ട്സ് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു 1/4 കപ്പ് ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ ക്രഷ്ഡ് നട്ട്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സ് ഞാൻ ക്രഷ് ചെയ്തത് മിക്സർ യൂസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒരു സിപ്ലോക്ക് ബാഗിൽ ഇത് ഇട്ടതിന് ശേഷം ഒരു ചപ്പാത്തി നമ്മൾ പരത്തുന്ന കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കാരണം ഒരുപാട് പൊടിഞ്ഞ് വരരുത്, ഇങ്ങനെ ആ ഒരു കടിക്കാൻ നമുക്ക് കിട്ടണം, അതുപോലത്തെ രീതിയിലായിരിക്കണം. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കതിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ കപ്പലണ്ടി മിഠായിയൊക്കെ പൊടിക്കുന്ന പോലെ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി വീണ്ടും അത് നേരത്തെ പോലെ തന്നെ സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് ചപ്പാത്തി പരത്തുന്ന കോല് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കേക്കിലോട്ട് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് സ്റ്റിഫ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഞാനതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് 3 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്പെഷ്യൽ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റുള്ള ആ ഒരു സിറപ്പ് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കേക്ക് അതിലോട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. എന്നാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് സ്പ്രെഡ് ചെയ്യേണ്ട, ഒരു മീഡിയം ഇതിൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ കാരമലൈസ്ഡ് നട്ട്സിൻ്റെ ആ ഒരു മിക്സറില്ല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് ആട്ടോ. ആ ഒരു എന്താ പറയുക നട്ട്സിൻ്റെ ആ ഒരു ക്രഷ് ആട്ടോ ഈ കേക്ക് ഇത്രയും ടേസ്റ്റ് തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സിറപ്പ് നന്നായിട്ടൊന്ന് നമ്മുടെ കേക്കിലോട്ട് സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അതിലോട്ട് നമ്മുടെ നട്ട്സിൻ്റെ ആ ഒരു മിക്സർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം ആഡ് ചെയ്യുന്ന അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോഴാണ് ആ ഒരു ക്രഞ്ചിനെസ് കിട്ടുള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെ ആഡ് ചെയ്യാം. വീണ്ടും അതുപോലെ തന്നെ ആ ഒരു സിറപ്പിലോട്ട് നന്നായിട്ട് ആ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്താൽ ആ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ സോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ സൈഡിലും കൂടെ നന്നായിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സൈഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഒരു സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ലെവലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 1 hour നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ നട്ടി ബബിൾ കേക്കിൽ ബബിൾ ഉണ്ടാക്കാനുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിലായാലും ചെയ്തെടുക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കാം. കാരണം ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു മിക്സർ നല്ല ചൂടാറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കാം. അല്ലെങ്കിൽ ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കട്ടിയായിട്ട് പോകും. അപ്പോൾ നമുക്ക് ബബിൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ നേരത്തെ സെറ്റ് ആവാൻ വെച്ച് നമ്മുടെ കേക്ക് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇങ്ങനെ കുഞ്ഞിതായിട്ട് ബബിൾസ് വരച്ചു കൊടുക്കാം. വലുതും ചെറുതായിട്ടുള്ള പല പല ഷേപ്പിലുള്ള ബബിൾസ് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബബിൾ വരച്ചതിന് ശേഷം ഒരു വിരൽ വെച്ചിട്ട് അതിൻ്റെ താഴേക്ക് ഇങ്ങനെ വീണ് വരുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം വേണം അടുത്ത ബബിൾ വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അത് നീങ്ങി പോവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കേക്കിൽ മൊത്തം ആ ബബിൾസ് വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ബാക്കി വന്ന ആ കാരമലൈസ്ഡ് നട്ട്സ് ഒക്കെ അതിൻ്റെ സൈഡിലും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ഒന്ന് സീവ് ചെയ്ത് കൊടുക്കുക. ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഓവർനൈറ്റ് നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വയ്ക്കാം. അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചോക്ലേറ്റ് പീസസും കൂടെ അതിൻ്റെ സൈഡിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞതാക്കി കട്ട് ചെയ്ത കുറച്ച് ചോക്ലേറ്റ് പീസസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് ഓവർനൈറ്റ് വെച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിലായാലും വെക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്തെടുത്ത കേക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കൊളീഗ്സിനും അതുപോലെ തന്നെ ഹസ്ബൻഡും കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞത് കൂടുതൽ ആ ഒരു കാരമലൈസ്ഡ് നട്ട്സിൻ്റെ ആ ഒരു ലെയറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ആ ഒരു ക്രഞ്ചി ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ സാധാരണ എല്ലാവരുടെയും വിപ്പിംഗ് ക്രീമിൻ്റെ അത് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫ്ലേവർ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു ക്രഞ്ചി ആ ഒരു കാരമലൈസ്ഡ് നട്ട്സിൻ്റെ ലെയർ കുറച്ച് അധികം ഇട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ. ഒരു പ്രത്യേക ഒരു ക്രഞ്ചി ടേസ്റ്റ് തന്നെയായിരുന്നു. അത് മാത്രമല്ല ആ ഒരു സിറപ്പ് ഒരു പ്രത്യേക ഒരു ആൽഫൻലിബിയുടെ പണ്ടത്തെ ഒരു ആൽഫൻലിബി മിഠായിയുടെ ഒരു ടേസ്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കേക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോഴും കറക്റ്റ് ലെയറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.